മനുഷ്യന് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ അവകാശമാണ്. എനിക്ക് സോഷ്യൽ മീഡിയയില് ശരിക്കും ഞാൻ പറഞ്ഞ ഒരു മെയിൻ സ്ട്രീം ചാനലിലെ ആൾക്കാരൊക്കെ വന്നു, അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള ലംഘനമല്ല, അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിന്റെ എല്ലാം ഇപ്പം പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ വരികയൊക്കെ ചെയ്ത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരാളുടെ സമ്മതമില്ലാതെ ആ വീഡിയോസും കാര്യങ്ങളും എടുക്കുവാണെങ്കിൽ 3 വർഷം തടവ്, 2 വർഷം ജയിൽ ശിക്ഷ. ഇതാണിപ്പം കാര്യങ്ങളൊക്കെ. ആ സലീം കുമാറിന്റെ ആ ഒരു മരണം അത് അത്രമാത്രം. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ നിങ്ങൾ മാറി നിൽക്കും, അവരൊന്ന് ആ കർമ്മം ചെയ്തോട്ടെ എന്നൊരു മുഖ്യമന്ത്രി നമ്മുടെ അടുത്ത് തൊഴുതു പറയുമ്പോൾ എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം പോലും ഇടപെട്ടു. കാരണം ആ മകന്റെ സങ്കടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പോലും ഇടപെട്ടു. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഓൺലൈൻ മീഡിയക്കാർ ഇവിടെ പറയുന്നുണ്ട് ക്യാമറയും തൂക്കി പിടിച്ച് വെക്കുന്ന മറ്റു ചാനലുകാരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആരും മറക്കരുത്, ചാനൽ തൂക്കി പിടിക്കുന്ന ടീംസുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇനിയിപ്പം ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ വെച്ച് തരാം. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരുത്തിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വരുന്നു, റിനിയെ പോലുള്ള ആൾമാർ ചിരിച്ചുകൊണ്ട് വരുന്നു. അത് ഒരു ചർച്ചാ വിഷയമായി. ചില ആൾക്കാരുകൾ ഓട്ടെ ഒന്ന് കണ്ട് ചിരിക്കുന്ന പോലെ, അവിടുത്തെ ഒന്ന് കണ്ട് ചിരിക്കുന്ന പോലല്ല, ഇതങ്ങ് അട്ടഹാസിക്കുകയായിരുന്നു. ഓക്കെ, ഇന്നത്തെ പിന്നെ മുട്ടയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഏത് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടറിലെ മുട്ടയുടെ, അത് അതിനേക്കാളും വലിയ കോമഡി ആയിരുന്നു. പുള്ളി ഈ ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ തെറി വിളിച്ച് സംസാരിക്കുക എല്ലാം കണക്കാം, ഉള്ള കാര്യം തുറന്നു പറയില്ല, എല്ലാം കണക്കാം. പിന്നെ ഈ ഓൺലൈൻ മീഡിയയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കില്ല. അവന്മാരെ മുന്തിയ മുതലാളികളൊക്കെ അവന്മാരെ പറഞ്ഞു വിടുന്നതാണ്. ഇതെടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞു വിടും. ചില ആൾക്കാർക്ക് സിറ്റുവേഷൻ കൊണ്ട് ഗതികേട് കൊണ്ട് നിന്ന് പോകുന്ന കുറേ പിള്ളേരുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം. അതായത് പണ്ട് പൃഥ്വിരാജ് സ്വന്തം അച്ഛൻ മരിച്ച സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെ സിനിമാ നടന്മാരെ കാണാൻ വേണ്ടി ഓടിച്ചാടി വന്നത്. വേണ്ട, ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തുടക്കമൊന്ന് വെച്ച് തരാം. ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഓരോ വീഡിയോ പിഷാരടി പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഇപ്പോഴും ഒരു സ്വഭാവം അങ്ങനെയാ. ഒരുപാട് ദുഃഖങ്ങൾ ഇങ്ങനെ ഉള്ളിലൊതുക്കും. അപ്പൊ പരത്തി പറയാതെ ഒന്ന് മാറ്റണം പൃഥ്വിയുടെ. ഇതരെ പോലെ ഒന്ന് കരഞ്ഞാലും കുഴപ്പമില്ല, ഇങ്ങനെ ഉടക്കി പിടിച്ച് നിൽക്കരുത് എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ അതൊരു പെട്ടെന്ന് കൊച്ചുകുട്ടികളല്ലേ, ഓർക്കാപ്പുറത്ത് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനങ്ങ് പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല പറയുന്നുണ്ട്, ഈ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് എൻ്റെ അച്ഛനെ, അതായത് അവിടെ എല്ലാവരും വന്നിട്ട് ഈ നടന്മാരെ കാണുന്നു, അതാണ് തൊടുന്നു പിടിക്കുന്നു ഒക്കെ ആയിരുന്നു. അവിടെ 2 മക്കൾ പൊട്ടി നിൽക്കുക. പൃഥ്വിരാജിന്റെ ഇപ്പൊ ആ പഴയ സ്റ്റോറി പിന്നെയും പൊങ്ങി വരുന്നുണ്ട്. ആ 2 മക്കൾ അവിടെ പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ പോയത്. പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുള്ളി അതിശയിച്ച് ഇങ്ങനെ നിൽക്കുക, എന്താ ആൾക്കാർ ഇങ്ങനെയെന്നുള്ള രീതിയിലാണ്, എന്താ ആൾക്കാർ ഇങ്ങനെയെന്ന്. ഇപ്പൊ തന്നെ സലീംകുമാറിനെ കണ്ടില്ലേ, സലീംകുമാറിനെ പിടിച്ച് തെള്ളുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതായിരിക്കാം. നടന്മാർ വരുമ്പം എൻ്റെ പോലെ ദിലീപിന് പോലും, ദിലീപിന്റെ അടുത്ത് നമ്മൾ സെൽഫി എടുക്കാം, ദിലീപാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാലും വിഷയമാണ്. ഓക്കെ, എന്തായാലും പിഷാരടി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തിലാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരുപാട് ആൾക്കാർ പല ചാനലിനെയും കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് ഏത് ചാനലിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പറയാം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക, എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഒരു കാഴ്ചയാണ് സലീമേട്ടന്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസക്ക മരിച്ച സമയത്തും എല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സലീമേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതില് എല്ലാ ജോലിയും അത് അറിയിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഞാൻ ഈ പറയുന്നതിന് പൂർണ്ണമായും എക്സ്ക്ലൂഡഡ് ആണ്. അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമ പ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സലീമേട്ടന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ചന്തു ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ചിത കത്തിക്കഴിഞ്ഞ് ശേഷം മുറിയിലെത്തിയപ്പോൾ ചന്തുവിനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സലീമേട്ടൻ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇതിന് ശേഷം വന്ന് നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ട. അവിടെ അങ്ങനെ ഒരു മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഒരു വിധത്തിൽപ്പെട്ട മതപരമായ ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസിന്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിന്റെ ചടങ്ങിന് ആ തോക്കുമൊന്നും തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന്. അവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അത് അനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത കാണിക്കാതെ അവിടെ തിങ്ങിക്കൂടി. സത്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവസാനത്തെ നിമിഷമാണ്, അച്ഛനെ ഒന്ന് കണ്ടോട്ടെ, എല്ലാവരാണെങ്കിലും ശരി, ഇനി ചിത എടുക്കാൻ പോവാണ്, കത്തിക്കാൻ പോവാണ് ഒന്ന് ആലോചിച്ചു. പിന്നെ ആ ഒരു വ്യക്തിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ വ്യക്തിനെ കാണാൻ പറ്റത്തില്ല. ആൾക്കാർ പൊട്ടിക്കരയും, അവരുടെ സമനില തെറ്റും. അതും കൂടി ഈ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തെള്ളുവാണെങ്കിൽ
ഇവിടെ ഓൺലൈൻ മീഡിയക്കാർ മാത്രമല്ല കുറേ ജനങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഈ ഒരു പരിപാടി കാണിക്കാൻ വേണ്ടി, ഒരുപാട്. അപ്പോൾ ഇവർക്ക് കുരു പൊട്ടിയില്ലെങ്കിലേ ഉള്ളൂ. അതിൽ ചന്തുവിനെ വരെ തെറി പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, ചന്തുവിനെ വരെ തെറി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, ചന്തുവിനെ വരെ. അത് ഓർക്കുമ്പോഴാണ് ഇതുകൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ നിമിഷത്തിൽ തുടങ്ങിയതല്ല, അതിന് മുമ്പ് തൊട്ട് തന്നെ. ഈവൻ ഞങ്ങള് സലീമേട്ടന്റെ ശരീരം അവിടെ എത്തിച്ച ശേഷം ഫ്രീസറോട് കൂടി എടുത്തിട്ടാണ് ഹോളിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ ഇത്രയും വെയിറ്റുള്ള സാധനം 6 പേര് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ ഫ്രീസറിനൊക്കെ വലിയ കനമാണ്. അതിന് ചുറ്റും മൊബൈലുമായിട്ടൊന്ന് വളരെ പതുക്കെയാണ് ഈ സംഘം പുറകിലോട്ട് നീങ്ങുന്നത്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും പ്ലീസ് ഇത്തിരി സ്പീഡിൽ നടക്കണം, നിങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവരിത് ചെയ്യാതിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. അതെല്ലാ മര്യാദകളുടെയും അപ്പുറമാണ്. ഒപ്പം ഈ ഒരു സന്ദർഭം കണക്കാക്കിക്കൊണ്ട് പറയണം, നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഞാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ സിനിമാ പ്രവർത്തകരോ ആരോ ആയിക്കോട്ടെ, അവർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പം അവരെ ഇഷ്ടംപോലെ ആളുകൾ ഷൂട്ട് ചെയ്യും. അത് ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു 4ാം തൂണെന്ന് അറിയപ്പെടുന്നതും, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഞങ്ങളെക്കാളൊക്കെ വലിയ അവകാശങ്ങളും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. അതിന് ജേർണലിസം പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകരെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ, അതിന് ലൈസൻസ് ഉള്ള ആളുകൾ, ഇവിടെ നിന്നല്ല ഇത് പോയിട്ട് ഒരു വിധപ്പെട്ട ലൈസൻസും ഇല്ലാതെ നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ നമ്മളൊരു ഫാമിലിയായിട്ട് അത് ഇതിന്റെ ഒരു ആക്രമണമെങ്കിൽ ഇത് നിങ്ങൾക്കാണ് സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിന്റെ കാര്യം വിട്ടേക്കുക. ഞാനോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരാളോ അയാളുടെ ഭാര്യയോ മകളോ ഒക്കെ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ക്ഷേത്രത്തിൽ പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലോ എല്ലാം അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അനാവശ്യമായ ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ട് ചേട്ടാ ഒരു കാര്യം കൂടെ ചേട്ടൻ എനിക്ക് പറയാനുണ്ട്. എല്ലാവരുടെ തലയ്ക്ക് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾ, അതായത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ പിള്ളേരെ വിളിച്ച് വരുത്തും. ഇന്ന സ്പോട്ടിലാണ് ഞാൻ വരുന്നത്, ഇന്ന എടുത്ത് ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ വന്നത് ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലും തെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമുക്കറിയാം. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഓരോ വ്യക്തികൾ ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. നമ്മൾ അതും കൂടെ പറയണം. എല്ലാം കൂടെ ഈ പറയുന്ന പോലെ നെഞ്ചത്തോട്ട് വെക്കരുത്. പറയുമ്പോൾ അതും പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ഇത് സംസാരിച്ചു കഴിഞ്ഞാലും കുറേ ആൾക്കാർ പിന്നെയും പോകും, ധൈര്യത്തോടെ പോയി ഇന്ന നടിയുടെയൊക്കെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ സമ്മതത്തോടെ അവർ വിളിച്ച് വരുത്തിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അയാളുടെ ഭാര്യ എന്ത് സിമ്പിളാണെന്ന് നോക്കൂ. അച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് നോക്കിയിരിക്കുന്ന മകളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക. അവർ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പം അവരുടെ കൂട്ടുകാർ എന്താണ് അവിടെ അങ്ങനെ ചെയ്തതെന്ന് മക്കളോട് ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മനുഷ്യന് ക്യാമറകളിൽ നിന്ന് മാറി സ്വകാര്യത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, സ്വകാര്യതയല്ല, പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നു, പക്ഷെ അതുപോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തെ, ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കൂടി, ലൈസൻസ് ഉള്ള ആളുകളെ കൂടി ഇതിപ്പോൾ ബാധിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ക്യാമറകൾ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ലൈസൻസ് ഉള്ള ചാനലുകളുടെ ക്യാമറയ്ക്ക് നല്ലൊരു കാര്യം കിട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ മുന്നിൽ ഈ ക്യാമറ ആയിട്ട് വരികയാണ്. അപ്പോൾ അതിനെതിരെ ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസമെങ്കിലും സ്വകാര്യതയിൽ കടന്നു കയറുന്ന എല്ലാവരും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഒരു വിഷമം പറച്ചിലും ഒരു അഭ്യർത്ഥനയുമായി കാണാം. എന്തായാലും ഇന്നലെ പോലീസുകാർ തന്നെ അതിനൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ നല്ല കർശനമാക്കിയിട്ടുണ്ട്. നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഈ മല്ലിക സുകുമാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ നിൽക്കൊന്ന് വെച്ച് തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് ഈ മല്ലിക സുകുമാരൻ പറയുന്നതിന്റെ കാര്യങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും. മെയിൻ സ്ട്രീം ചാനലിലെ ആൾക്കാരൊക്കെ വന്നു, അല്ലെങ്കിൽ ദൂരദർശനത്തിന് വെച്ചെടുത്ത് വന്നു, അതിന് നിങ്ങൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ ചെന്നു, ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതലെടുത്തു. ഈ മൊബൈലുകാരുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കാരണം എന്താ പറയുക, ഈ ഒരു അനുഭവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ നിന്ന് കലാഭവനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വയ്ക്കുന്നു, അവിടുത്തെ സുവർണ്ണ ബോഡി എടുക്കാൻ താമസിക്കണേ ഉള്ളിൽ പ്രാർത്ഥിക്കണം. അത്രയും നേരം കൊണ്ട് നമുക്ക് മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഇങ്ങനെ ആ മോൻ അങ്ങനെ പ്രതികരിച്ചിരിക്കും. പിന്നെ അത് സലിംകുമാറിന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് സലിംകുമാർ എന്നറിയാവോ? ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കൂ, പാർട്ടിയുടെ അനുഭാവിയായിട്ടല്ല അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വീകരണങ്ങൾ തന്നത് മുഴുവൻ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങി വന്നപ്പോൾ സ്ഥലത്തെ DYFI. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കാണിച്ച തോന്നിവാസം, എല്ലാവരും അല്ല, കുറച്ച് തന്തയ്ക്ക് പറക്കാത്ത കുറെ നാറികളുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഒരാൾ മരിച്ചു, അദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒറ്റ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ചത്തോ ഇല്ലയോ, അവൻ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല, അവൻ ഞങ്ങളുടെ പിണറായി സഖാവിനെ പറഞ്ഞാണെന്നും പറഞ്ഞിട്ടുള്ള കമന്റ് ബോക്സ് മൊത്തം നന്നായി, അവൻ അങ്ങനെ തന്നെ വേണം. എടാ, പാർട്ടിയും ഒക്കെ വേണം. ഇങ്ങനെ പാർട്ടി ഭ്രാന്തി പിടിച്ച് നടക്കുന്ന കുറെ നാറികളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ പാർട്ടി ഭ്രാന്തി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ. ഒരുത്തൻ്റെ മരണത്തിൻ്റെ അത്രയും പരിപാടി നിങ്ങളുടെ പാർട്ടി. കൊന്നും കൊലച്ചും ഒക്കെ വെച്ചിട്ട് എല്ലാ എണ്ണം എന്താ പറയുക, കൊമ്പത്തെ കുറെ ആൾക്കാരുണ്ട് പാർട്ടിയെ വളർത്താൻ വേണ്ടി നടക്കുന്നത്. അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ ഒരു മരണത്തെ പോലും വെറുതെ വിടാത്ത കുറെ ആൾക്കാരുണ്ട്. നാണക്കേടായിപ്പോയി.
അയാൾ സ്ട്രോങ്. ഇപ്പം നിങ്ങളുടെ പാർട്ടി ഇഷ്ടപ്പെട്ടുണ്ടല്ലേ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത്, ആണോ അല്ലയോ? അതുപോലെ തന്നെ അയാൾക്ക് ഒരു പാർട്ടി ഉണ്ടായാലും ഇഷ്ടമുകൊണ്ടാണ് അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കോൺഗ്രസിനെ കുറിച്ച്. പക്ഷെ മരണത്തെ, ഒരാൾ മരിച്ച് കിടക്കുമ്പോൾ ആ ഒരു വർത്തമാനം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നീയൊക്കെ എന്തിനാണ് ഈ പാർട്ടി എന്തിനാണ് നടത്തുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയല്ലേ? പിന്നെ സേവ് ചെയ്തിട്ട് എന്ത് പഴം ഉണ്ടാക്കാനാണ്? ഇങ്ങനെയൊക്കെ ഒരുത്തം മരിച്ചു കിടന്നിട്ട് നീയൊക്കെ നിന്റെ പാർട്ടിയെ വളർത്തിയിട്ട് പാർട്ടിയെ പുകഴ്ത്തി അടിച്ചിട്ട് ഒരു പഴവും കിട്ടാനില്ല. അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ആരോ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. പക്ഷെ അത്രയും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ആൺകുട്ടിക്ക്, ഒരു മകന് ആ അച്ഛനെ ഓർത്തുള്ള അഭിമാനം എന്തായിരിക്കും ആലോചിച്ചു. അങ്ങനെയുള്ള ഒരു അച്ഛൻ പോയി, ഇനി അച്ഛൻ്റെ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ തന്നെ തകർത്തുകളെയും അവരെ. കാരണം ഞാൻ ഇതുപോലെ 2 ആൺമക്കളെ ഞാൻ 10ലും പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ, എഞ്ചിനീയറിങ്ങിനും. 12 കഴിഞ്ഞ് ചേരാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് സുഹൃത്തിൻ്റെ മരണം. അന്ന് ഈ കലാഭവനിലേക്ക് കൊണ്ടുവച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഓടി വന്നു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം, അടുത്ത ആൾ വന്നപ്പോഴും ബഹളം. അപ്പൊ എല്ലാം കഴിഞ്ഞ് മോനെ ഇങ്ങനെ ഒരു നിർവികാരനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടവും സഹിക്കാൻ വയ്യ. അവർ കുറച്ച് കഴിയുമ്പോൾ എടുക്കും, അവിടെ നിന്ന് എടുക്കും, ആംബുലൻസ് വന്നിരിക്കുന്നു, എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുമ്പോൾ അവിടെ കിടന്ന് കൂവുന്നു, കൈയടിച്ച് കൂട്ടുന്നു, അങ്ങനെ കുറെ നാറികൾ. അതുപോലൊരു സംഭവമാണ് BD സതീശൻ സാർ വന്ന സമയത്ത് ഒരുത്തൻ മാലയിടാൻ പോയി. എടാ കോൺഗ്രസ്സുകാർക്ക് പോലും നാണക്കേടാ മയിലെ, നിന്നെ പോലുള്ളവന്മാരൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ കോൺഗ്രസ്സുകാരനാണോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഇനി അവൻ കോൺഗ്രസ് ആണെന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. ഒരു വല്ലാത്ത അവസ്ഥ, കുറെ നാറികൾ. അപ്പൊ ആ ഒരു വെപ്രാളം. അപ്പൊ അവരിങ്ങനെ തോളത്ത് വന്ന് കൈവച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ചോദിച്ചില്ല, അമ്മേ ഇപ്പൊ ഇങ്ങനെ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ശരിക്കും അച്ഛനെ കാണാൻ വന്നതായിരിക്കത്തില്ല, അമ്മേ സ്റ്റാർസിനെ കാണാൻ വന്നതായിരിക്കും, അവർക്ക് വേറൊരു സ്ഥലം കൊടുത്തൂടെ? അവരെന്നോട് ചോദിച്ച ചോദ്യം. അന്ന് SSLCക്ക് പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പറയാം, അതെ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നൊക്കെ അറിഞ്ഞുണ്ടായിരിക്കും വന്നതൊക്കെ ഞാനൊക്കെ സമാധാനിപ്പിച്ചിട്ടു. പക്ഷെ അത് പല പ്രാവശ്യവും വൃത്തി അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ താങ്ങാൻ പറ്റും ഈ വേണ്ടപ്പെട്ടവർക്ക്? ഇന്നലെ തന്നെ നടന്ന സിനിമയിലെ കഴിഞ്ഞ സംഭവം ഞാനിപ്പോ സത്യം പറഞ്ഞ ഷൂട്ടിംഗ് കിടങ്കിൽ പറയാൻ തന്നെ കാര്യം, അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യാത്തതുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ ഷൂട്ടിംഗ് വേഷം ഇട്ടുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയാനിരിക്കുന്നത് ഒരാളല്ല ഞാൻ. നിങ്ങൾ ഇവിടെ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഒന്നാമത് അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചതിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനായിട്ട് പോലീസുകാർ തയ്യാറെടുക്കുക. ഈ പോലീസുകാർക്ക് അവിടെ റൈഫിളൊന്നും താക്കാൻ പറ്റുന്നില്ല ഈ മൊബൈൽ കാരണം. ഒന്ന്. രണ്ടാമത്, ഒരു മര്യാദ വേണ്ടേ? ഇത്രയും വർഷക്കാലം ആ മനുഷ്യന്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ട് പുറകിൽ കസേരയിൽ ഇരിക്കുകയാണ്. അവരുടെ മുമ്പിലങ്ങ് മറഞ്ഞങ്ങ് നിൽക്കുക. എന്നിട്ടും പാവ ആരോ വിളിച്ചോണ്ട് വന്നപ്പം ആ കരച്ചിലും. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു ഒറ്റ അപേക്ഷയുള്ളൂ. കാരണം കുറച്ചും കൂടി ഒരു വകതിരിവോടുകൂടി പെരുമാറണം. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ മൊബൈലുകാർക്കെല്ലാം കാശ് കൊടുത്താണ് ഓരോരുത്തർ കൊണ്ട് നടക്കുന്നത് 100% സത്യമാണെന്ന് തോന്നിപ്പിച്ച ഒരു ദിവസം. കാരണം ഇവർക്ക് കുറച്ച് കണ്ടന്റ് വേണം, അത് റീലാക്കണം, എവിടെങ്കിലുമൊക്കെ ഇടണം, അത് 10 പേര് കാണണം. അപ്പോൾ ആ എണ്ണം കണ്ടവരുടെ എണ്ണം കൂടുമ്പോൾ കാശ് കിട്ടും. ഇങ്ങനെയാണോ കാശുണ്ടാക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അത്രയും ഒരു വിദ്യാഭ്യാസമോ വകതിരിവോ ഒരു കുടുംബ മര്യാദകളോ അറിയാൻ വയ്യാത്ത പിള്ളേരുള്ള ഈ ഫോണുമായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയില. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടുണ്ട് ഓൺലൈൻ മീഡിയയില. ഇപ്പോൾ എല്ലാവരും ചില ചാനലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചാനലിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംസാരിക്കുന്നൊന്നുമല്ല. അവർക്ക് നല്ല പണി കിട്ടുന്ന രീതിയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. നല്ല രീതിയിലാണ്. പിന്നെ അവർ കണ്ടന്റ് എടുത്തുകൊണ്ട് കൊടുക്കുക. ഇത്ര രൂപ കൊടുക്കും, 3, 4, 5 കണ്ടന്റ് എടുത്തുകൊണ്ട് കൊണ്ടു ചെല്ലുക. ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക. ഇതൊക്കെ കൊണ്ടാണ് അവന്മാർ ഈ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏകദേശം നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന നടി വരുമ്പോൾ ഇന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് എങ്ങനെ ഇവന്മാർ എത്തുന്നു, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവരൊക്കെ വിളിച്ച് മുൻകൂട്ടി പറയുമായിരുന്നു. ഈ അടുത്ത സമയത്ത് വൈറൽ താരം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ, ഞാൻ ആ പേര് പറയുന്നില്ല, ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോ. 1-2 വർഷം കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ താരമാണ്. ഇപ്പോഴാണ് കുറച്ച് ഒരു 5-15 ദിവസം കൊണ്ട് പുള്ളിയെക്കുറിച്ച് ചർച്ചയല്ല. നമ്മുടെ മരിച്ചു പോയൊരു വ്യക്തിയുടെ വൈഫാണ്. ഞാൻ ആ പേര് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഊഹിച്ചെടുത്തോ. ആ വ്യക്തി ഇവരൊക്കെ പറയുന്നിടത്ത് ഇവന്മാർ വന്ന് ക്യാമറയായിട്ട് പറയുന്ന സ്ഥലത്ത് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട്. നമ്മുടെ ശ്രീ സതീശൻ അവർ അവിടെ വന്നപ്പോൾ ആരാണ്ട് ഒരു ഷോളോ തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടു കൈകൊണ്ട് തട്ടുന്ന. കാരണം ഞാനാണ് ആ വീഡിയോ പോയിട്ടും രാവിലെ ഒരു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇവിടെ പെട്ടുപോയിരിക്കാൻ അങ്ങ് സഹിക്കുന്നില്ല. ഞാൻ അത് തട്ടിക്കളഞ്ഞു. അപ്പം അത്രയും ഒരു മുഖ്യമന്ത്രി കാണിച്ചപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ, അയ്യോ നമ്മൾ അങ്ങനെ കയറി കാണുന്നത് ശരിയല്ല. അദ്ദേഹം പോലും അതാരാണോ ഈ കോൺഗ്രസിൽ ഇത്ര വിവര ദോഷി, അതും എനിക്ക് അറിഞ്ഞു. അതിനെയൊക്കെ പാർട്ടിയിലോട്ട് കയറാൻ സമ്മതിക്കരുതാണ് ഞാൻ പറഞ്ഞത്. സത്യം. ആ അമ്മ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ഇവനൊക്കെ ഏതാണോ ഈ വിവരദോഷി എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു. ഇത്
എനിക്കിപ്പോഴും എനിക്ക് മനസ്സിനകത്തൊരു സങ്കടം. എനിക്ക് സലിമോന്റെ ഭാര്യയുടെ കരച്ചിലുണ്ടല്ലോ എൻ്റെ മോനെ, അതൊന്നും നമുക്ക് അത് അനുഭവിച്ചെടുക്കാൻ അറിയുള്ളൂ. ആ മുഖം കുറച്ചു നേരം ബഹളങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് 2 മക്കളെയും ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കാൻ ഒരു ഭാര്യയ്ക്ക്, ഒരു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അയ്യോ നിങ്ങളത് മാറിക്കേ, ഞാൻ ചെയ്യേണ്ട, ചേച്ചി അവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഈ പറഞ്ഞ ബഹളമല്ലേ, എല്ലാവരും വരുന്നവർ നോക്കുന്നു പോകുന്നു. അപ്പൊ ഇവിടെ എനിക്ക് തൊട്ട് പുറകിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇരിക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാൻ ഈ മൊബൈലുകാർ, സോഷ്യൽ മീഡിയക്ക് ഇല്ല, വരുന്നവർക്ക് ചിന്തയില്ല. എന്നാൽ വരുമ്പോഴേ കണ്ടൂടെ അവരവിടെ ഇരിക്കുന്നത്? അയ്യോ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും, ഒന്ന് മാറി പുറത്തൂടെ പോകാം എന്ന് ചിന്തിച്ച ഒരാളെ ഞാനവിടെ കണ്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ അപേക്ഷയുള്ള എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാനെപ്പോഴും ആലോചിക്കും, കണ്ണദാസന്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്, നിങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ അറിയുന്ന തരത്തില്ല. വീട് വരെ ഉറവ്, വീതി വരെ മനേവി, കാട് വരെ പിള്ളൈ, കടസി വരെ ആരോ. തമിഴാണ്, വലിയ പ്രസിദ്ധമായ ഒരു പാട്ട്. അതായത് നമ്മുടെ ദാസേട്ടൻ പാടിയതാണ്. വീട്ടിലെ സ്നേഹം, അങ്ങേ അറ്റത്തെ സ്നേഹം തൊണ്ടി നിൽക്കുന്ന വീട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരാൾ പോകുമ്പോൾ ഭാര്യയ്ക്ക് ചെന്നെത്താവുന്നത് വീതി വരെ മനേവി, വഴിവക്കത്ത് വരെ ഭാര്യയ്ക്ക് പോകാം. അവിടുന്ന് അങ്ങോട്ട് കാട് വരെ പിള്ളൈ എന്ന് പറഞ്ഞാൽ ശ്മശാനമാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ അനുഗമിക്കുന്നത് മക്കളാ. ശരി, അതുവരെ മക്കള് കൂടെ പോയി ചിതയിലോട്ട് വെച്ചു, അത് കത്തിച്ചു. പിന്നെ അവിടെ നിന്നുള്ള യാത്ര ആരാ? കടസി വരെ ആരോ, അതാർക്കും അടുത്തുള്ള, അല്ലേ? അപ്പൊ അത്രയും മനോഹരമായ ഒരു ഞാൻ എപ്പോഴും എന്നും ആലോചിക്കും, നമുക്കൊക്കെ അടുത്തിരിക്കാൻ പറ്റിയ ഒരു സമയമുണ്ട്. സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഗേറ്റിനുള്ളവരെ ചെല്ലാം, അങ്ങോട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു ഉള്ള സമയം അവർക്ക് വിട്ടുകൂടെ. ഞാൻ പറയുന്നത് ഈ പൊതുദർശനം അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റല് അതെല്ലാം അനുവദിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വളരെ റെസ്ട്രിക്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനെ പറ്റി എടുത്ത് ഏതെങ്കിലും ചാനലിൽ വലിയ ഒരു പ്രധാന വാർത്തകൾ കാണിക്കാൻ അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു. മെയിൻ സ്ട്രീം ചാനലുകാർ 2 3 വന്നാലും അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ അപ്പുറത്തേക്ക് വിളക്കൊന്നും വെച്ചിടത്തോട്ട് വരുന്നത്, നിങ്ങൾ കുറച്ച് മാറി നിന്നെടുത്തോളാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെയുള്ള ഈ മൊബൈലുകാരെ കർശനമായിട്ട് നിരോധിക്കണം. അതിനുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയാണ്, മുഖ്യമന്ത്രിയുടെ സുഹൃത്തുക്കളെയാണ് സലീം. ഞങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് സാധിക്കും കുറച്ച് വളരെ ഒരു പറഞ്ഞിട്ട് കർശനമായിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കുട്ടികളെ ഈ മൊബൈലുമായിട്ട് വരുന്നവരെ ഇവിടെ എല്ലാം കയറിയാലും ശരി, അവസാനത്തെ ചടങ്ങ് ഒരു വായിക്കലി എടുത്ത സമയത്തെങ്കിലും ആ ഭാര്യയ്ക്കും മക്കൾക്കും സ്വസ്ഥമായിട്ട്, അത് എന്തോ ആട്ടെ, അത് ഏത് മതമാകട്ടെ, ഏത് ജാതിയാട്ടെ, അവസാനം അത് അങ്ങോട്ട് കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അത് അടുത്തിരിക്കുന്നിടത്ത് നിങ്ങൾ ആരും പോകരുത് എന്ന് പറയേണ്ട ഒരു സംവിധാനം കൊള്ളണം. നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകാർ ഉത്സാഹിക്കണം, അത് ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കണം. ഞങ്ങളെ പോലുള്ളവർക്ക് എടുത്ത് അപേക്ഷിക്കാനേ ഉള്ളൂ, നടപ്പാകുമെന്നൊന്നും അറിയത്തില്ല. സലീം പറഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്നാലും പാർട്ടിക്കാർക്ക് നമ്മളൊക്കെ പറയുന്നതിനെക്കാട്ടിൽ വില ഒരു പക്ഷേ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും, അല്ലെ? ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമമൊക്കെ പറഞ്ഞാൽ കുറെ കൂടെ അവരെ ശ്രദ്ധിക്കുമായിരിക്കും. നമ്മളൊക്കെ പറയുമ്പോൾ ആ പറയുന്നത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും ഞങ്ങൾ കാണും പറഞ്ഞോളാം. അപ്പൊ അതാണ് ഞാൻ. ഓക്കെ, അപ്പം അവരുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ അതിശയിച്ചു പോയത് ആ കേരള മുഖ്യമന്ത്രിയുടെ ഒരു ഇതായിരുന്നു, വി ഡി സതീശന്റെ. പുള്ളി എത്ര റിക്വസ്റ്റ് ചെയ്താൽ സംസാരിച്ചെന്നറിയാം, എത്ര റിക്വസ്റ്റ്. നിങ്ങളൊന്ന് മാറുക, അവരൊന്ന് ഇട്ടോട്ടെ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ചന്തുവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതെന്തായാലും സോഷ്യൽ മീഡിയയില ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പരമാവധി വരാതിരിക്കാൻ നോക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ കൂടുതലായിട്ട് അവരെ വലിച്ചു കയറാത്ത എന്താണെന്ന് വെച്ചാൽ അവരെ പറഞ്ഞു വിടുന്നതാണ്. അത് ചെയ്തില്ലെങ്കിൽ അവന്മാർ എന്നെ മുട്ടും എന്നുള്ള കാര്യം ഇതുകൊണ്ടാണ് അവന്മാർ ഓരോ അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.